അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാന് ശേഷം 2-3 ആഴ്ച ക്ലാസ് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. നോമ്പിന് മുമ്പ് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം പഠനവിധേയമാക്കിയത് 1 വർഷം. ഇനി അത് അഖീദ ക്ലാസ്സിലേക്ക് മാറണം എന്ന് പൊതുവെ നമ്മളെല്ലാവരും കൂടെ മുശാവറ ചെയ്ത് തീരുമാനമാക്കിയതാണ്. അതുപ്രകാരം ഇന്ന് മുതൽ അഖീദ പഠനമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും ശറഫാക്കപ്പെട്ട അറിവാണ് അഖീദയുമായി ബന്ധപ്പെട്ട അറിവ്. എല്ലാ അറിവിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഫിഖ് പഠിച്ചാലും ഹദീസ് പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും ഒക്കെ എല്ലാ ഇൽമിനും ശർഈയായ എല്ലാ ഇൽമിനും അതിൻ്റെതായ മഹത്വമുണ്ട്. എന്നാൽ അഷ്റഫുൽ ഉലൂം, ഇൽമുകളിൽ ഏറ്റവും ശറഫാക്കപ്പെട്ട ഇൽമ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അഖീദയുമായി ബന്ധപ്പെട്ട ഇൽമാണ്. കാരണം അതിൽ അള്ളാഹുവിനെ കുറിച്ചാണ് മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. റബ്ബിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ റബ്ബ് ഏറ്റവും മഹത്വമുള്ളവനാണ്. അതിനാൽ റബ്ബിനെക്കുറിച്ചുള്ള അറിവും ഏറ്റവും മഹത്വമുള്ള അറിവായി മാറും. ഒരു അറിവിന് മഹത്വമുണ്ടാകുന്നത് ആ അറിവിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന കാര്യത്തിൻ്റെ മഹത്വം അനുസരിച്ചാണ്. അതാണ് അറിവിൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡം. അപ്പം അഖീദയിൽ ചർച്ച ചെയ്യുന്ന അള്ളാഹിനെ പറ്റിയാണ്. അതുകൊണ്ട് അള്ളാഹിനേക്കാൾ മഹത്വമുള്ളൊന്നുമില്ല. അതിനാൽ റബ്ബിനെ പറ്റിയുള്ള ചർച്ചയാകുന്ന അഖീദയുടെ ഇൽമ് അതാണ് അഷ്റഫുൽ ഉലൂമി, ഇൽമുകളിൽ ഏറ്റവും ശറഫാക്കപ്പെട്ട ഇൽമ് എന്ന് പറയപ്പെടുന്നത്. അഖീദയുമായി ബന്ധപ്പെട്ട, ഇത് റബ്ബിനെക്കുറിച്ചുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട അറിവാണ്. ബാക്കി എല്ലാ അറിവുകളും അതിന് താഴെയാണ് വരിക. ആ നിലയ്ക്ക് അൽഹംദുലില്ലാ ഒരു വലിയ മഹത്വമുള്ള ഒരു മജ്ലിസിലാണ് നാം ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അഖീദ എന്നുള്ളത് വ്യാപക അർത്ഥമുള്ള ഒരു പദമാണ്. അഖദ എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് അഖീദ എന്ന പദം. അഖദ, ഉഖ്ദത്ത് എന്നുള്ളതൊക്കെ മറ്റു പല അർത്ഥങ്ങൾ നമ്മൾക്ക് സാധാരണ കേട്ടു പരിചയമുള്ള വാക്കാണ്. ഉഖ്ദത്ത് പരിചയമുണ്ടോ? സൂറത്ത് ത്വാഹിൽ എന്ന് പറഞ്ഞു. സൂറത്ത് ത്വാഹിൽ വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഉഖ്ദത്ത് കെട്ട് എന്നാണ് അവിടെ അതിന് അർത്ഥം. അഖദ കെട്ടി, ബന്ധിച്ചു എന്നൊക്കെയാണ് അഖദ എന്ന പദത്തിന് അർത്ഥം. വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞത് ഉഖദ്, ഉഖദത്തിൻ്റെ ബഹുവചനമാണ് ഉഖദ്. ഉഖദകളിൽ ഊതുന്നവരുടെ ശർറിൽ നിന്ന്, അവിടെയും കെട്ട് എന്നാണ് അർത്ഥം. അഖദ എന്ന് പറഞ്ഞാൽ കരാറുണ്ടാക്കി എന്നർത്ഥമുണ്ട്. ബന്ധിച്ചു, കെട്ടി, ഉറപ്പിച്ചു എന്നർത്ഥമുണ്ട് അഖദ എന്ന പദത്തിന്. അതിൽ നിന്നാണ് വിശ്വാസകാര്യങ്ങൾക്ക് അഖീദ എന്ന പദം പിന്നീട് ഉപയോഗിക്കപ്പെട്ടത്. ആദ്യകാലത്ത് അങ്ങനെ ഒരു സാങ്കേതിക ശബ്ദമായി ഒന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പിന്നീടാണ് അഖീദ എന്ന് പ്രത്യേകമായി വിശ്വാസകാര്യങ്ങൾക്ക് ആ പദം സാങ്കേതിക പദമായി പിന്നീട് ഉപയോഗിക്കപ്പെട്ട് പോരുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ കൽബിൽ കെട്ടി ഉറപ്പിക്കുന്ന രൂഢമൂലമാക്കുന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് അതിന് ഈ പദം ഉപയോഗിച്ചത്. വിശ്വസിക്കുക എന്നുള്ളത് ശരിക്ക് ഈമാൻ എന്നാണോ പറയാം. അത് കൽബിൽ ഉറപ്പിക്കുന്നു.
ഉറപ്പിക്കൽ അവൻ്റെ അഖീദ പൂർത്തിയാവാൻ ആവശ്യമായ കാര്യമാണ്. ആ ഒരു സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് വിശ്വാസകാര്യങ്ങൾക്ക് അഖീദ എന്ന പദം അറബിയിൽ ഉപയോഗിക്കപ്പെട്ടത്. കാരണം അഖീദയുടെ സ്ഥാനം കൽബാണ്. മറ്റു പലതും ഒരു പക്ഷേ കൽബുമായി ബന്ധമായിക്കോളുന്നില്ല. എന്നാൽ ഇത് കൽബുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ് അഖീദ. അതിൻ്റെ അലാമാത്തുകളാണ് പുറത്തേക്ക് വരുന്ന മറ്റു അമലുകളൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അഖീദ എന്നുള്ളതിന് അഖീദ എന്ന ആ പദം ഉപയോഗിക്കാൻ കാരണം ഇത് മനുഷ്യൻ്റെ കൽബിൽ രൂഢമൂലമാകുന്ന, അവൻ മനസ്സിൽ ഉറപ്പിക്കുന്ന, വിശ്വസിക്കുന്ന കാര്യമാണ് എന്നതിനാലാണ് കെട്ടി, ഉറപ്പിച്ചു, ബന്ധിച്ചു എന്നൊക്കെ അർത്ഥമുള്ള അഖദ എന്ന പദവുമായി ബന്ധപ്പെട്ട അഖീദ എന്ന പദം ഇതിന് പണ്ഡിതന്മാർ ഉപയോഗിച്ചു പോന്നിരിക്കുന്നത്. ഇസ്ലാമിക വീക്ഷണപ്രകാരം ശരിയായ അഖീദക്കാണ് അഖീദ എന്ന് പറയുക. ഭാഷാപരമായി ഏത് അഖീദക്കും അത് പറയാം. തെറ്റായ അഖീദയാണെങ്കിലും ഭാഷയിൽ അഖീദയാണ്. ഒരാൾ തെറ്റായി വിശ്വസിച്ചു, അയാളുടെ മനസ്സിൽ അത് ഉറപ്പിക്കുന്നു, അതും ഭാഷാപരമായി അഖീദ എന്നാണ് ഇതിന് പറയുക. അപ്പം അഖീദ എന്ന് പറയുമ്പോൾ രണ്ടു തരം അഖീദ ഉണ്ടാവും. അഖീദ സ്വഹീഹ, അഖീദ ഫാസിദ അല്ലെങ്കിൽ ബാത്തില. സ്വഹീഹായ അഖീദയുണ്ട്, ഫസാദായ അഖീദയുണ്ട്. സ്വഹീഹായ അഖീദയാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ അഖീദ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. അപ്പം അയാൾ അഖീദ ശരിയല്ല എന്ന് പറയും, അഖീദയിൽ അബദ്ധമുണ്ട്, അഖീദയിൽ പിഴവുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ആ പിഴച്ചതിനും അഖീദ എന്ന് ഭാഷാപരമായിട്ട് ഉപയോഗിക്കാം. അയാളുടെ അഖീദ ശരിയല്ല എന്ന് പറയുന്നതാണ്. ശരിയല്ലാത്തൊരു അഖീദ അയാൾക്കുണ്ടെന്നാണല്ലോ. അപ്പം ശരിയല്ലാത്തതിനും അഖീദ എന്ന് ഭാഷാപരമായി ഉപയോഗിക്കാം. എന്നാൽ പൊതുവെ പ്രമാണങ്ങൾ സ്ഥാനത്ത് അഹ്ലുസുന്ന പണ്ഡിതന്മാർ അഖീദ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് അവിടെ അഖീദ സ്വഹീഹ, സ്വഹീഹായ അഖീദ. അതേതാണ്? ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയ സ്വഹാബത്ത് മുതലുള്ള ആദ്യകാല തലമുറക്കാർ സ്വീകരിച്ചു പോകുന്ന വിശ്വാസ കാര്യങ്ങൾക്കാണ് അഖീദത്തുൻ സ്വഹീഹ, സ്വഹീഹായ അഖീദ എന്ന് പൊതുവെ പ്രയോഗിച്ച് പോരുന്നത്. അതാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചത്. അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിലെ മുഖ്യമായ ഭാഗം. അതാണ് ഒരു മനുഷ്യനെ ഈ മുഅ്മിനും കാഫിറുമാക്കി വേർതിരിക്കുന്നത്. നിർമാർഗിയും ദുർമാർഗിയുമായി വേർതിരിക്കുന്നത് ഈ അഖീദ അടിസ്ഥാനത്തിലാണ്. ഒരാൾ നരകാവകാശിയും സ്വർഗാവകാശിയുമായി മാറ്റുന്നത് പ്രധാനമായും ഇതിനടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ വകഭേദങ്ങളാണ്. അഖീദയാണ് ഏറ്റവും അസ്ലി. അഖീദ സ്വഹീഹയാണെങ്കിൽ അവന് സ്വർഗമുണ്ട്, അഖീദ ഫാസിലിയാണെങ്കിൽ അവന് നരകമുണ്ട്. ഒരാൾ പിഴച്ചവനാണോ അല്ല ശരിയായവനാണോ തീരുമാനിക്കുന്ന അടിസ്ഥാനം അയാളുടെ അഖീദയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുഖ്യമായത് അഖീദയാണ്. അതിനാൽ എല്ലാ കാലത്തുമുള്ള പണ്ഡിതന്മാർ അഖീദയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ആളുകൾക്ക് ശരിയായ അഖീദ പഠിപ്പിക്കാൻ വലിയ ശ്രദ്ധ കാണിക്കുകയും അതിനുവേണ്ടി ക്ലാസ്സുകളും ദർസുകളും ഗ്രന്ഥങ്ങളുമെല്ലാം രചിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും. അഖീദയിൽ പിഴവ് എവിടൊക്കെ രംഗത്ത് വന്നുവോ അതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ കാലത്തുമുള്ള മുസ്ലിമീങ്ങളായ നേതാക്കന്മാർ. ഇപ്പോൾ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഖദരിയാക്കൾ രംഗത്ത് വന്നത്. ഖദർ ഇല്ല എന്ന് പറയുന്നവർ, ഈമാൻ കാര്യത്തിൽപ്പെട്ടാണ് ഖദർ വിശ്വാസം. അല്ല, ഈമാൻ ബിൽ ഖദർ അഖീദയുടെ ഭാഗമാണ്. അവർ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്, മലക്കുകളുടെ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരുടെ വിശ്വാസമുണ്ട്, യൗമുൽ ആഖിറും കിതാബുകളും വിശ്വാസമുണ്ട്. പക്ഷെ ഖദറിൽ വിശ്വാസമില്ല. അപ്പം അഖീദയിൽ ആ ഭാഗത്തവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു. അന്ന് സ്വഹാബിമാർ അതിനെ ഗൗരവമായി കണ്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെപ്പോൾ ആളുകളൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചു, ആരെങ്കിലും ഒരാൾ ഖദർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി അത് സ്വീകരിക്കപ്പെടുകയില്ല. അത്തരം ആളുകളുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഇബ്നു ഉമറിന് അവരുമായി ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറുമായും ബന്ധമില്ല എന്ന് അദ്ദേഹം പരസ്യമായി മദീനയിൽ പ്രഖ്യാപിച്ചതൊക്കെ കാണാൻ കഴിയും. അപ്പം അഖീദയിൽ ഇവിടുന്ന് ചെറിയ ചെറിയ പാളിച്ചകളെപ്പോലും സ്വഹാബിമാർ മുതലുള്ളവർ ഏറെ ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത്. സാധാരണക്കാരെ പോലും അഖീദ പഠിപ്പിക്കാൻ എല്ലാ കാലത്തും പണ്ഡിതന്മാർ പ്രത്യേകമായി ശ്രദ്ധിച്ചു. കാരണം ഏത് സാധാരണക്കാരനും അഖീദ തെറ്റാൻ പറ്റൂല. ഫിഖഹിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവാം, അഖീദയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതില്ല. വളരെ മൈന്യൂട്ടായ ഏതെങ്കിലുമൊക്കെ ചില വിഷയങ്ങളിൽ മാത്രം ചില വീക്ഷണ വ്യത്യാസം ഉണ്ടാകും എന്നൊഴിച്ചാൽ അഖീദയിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അഖീദയിൽ ഇജ്തിഹാദില്ല, അഖീദയിൽ ഗവേഷണമില്ല. അള്ളാഹു മുസ്ലിം എന്ത് പഠിപ്പിച്ചോ അത് അംഗീകരിക്കുക, അതാണ് അഖീദ. ഫിഖഹിൽ ഗവേഷണമുണ്ടാകും. ഗവേഷണമുണ്ടാകുമ്പോൾ റിസൾട്ടുകൾ പലതായിരിക്കും. റിസർച്ച് ചെയ്താൽ ഒരാൾക്ക് ലഭിക്കുന്ന റിസൾട്ട് ആവില്ല മറ്റൊരാൾ റിസർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുക.
ഇവിടെ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം ഏറി വന്ന ഒരു ഹദീസ് സ്വഹിയാണോ അല്ലേ എന്ന് വീക്ഷണം വ്യത്യാസം ഉണ്ടാവും. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഹദീസ് സ്വഹിയാന്ന് പറയുന്നു, അപ്പോൾ അത് പ്രകാരം പറയും. മറ്റൊരു വിഭാഗം ഹദീസ് സ്വഹി അല്ല എന്ന് മനസ്സിലാക്കുന്നു, അപ്പോൾ അത് ഇല്ല എന്ന രൂപത്തിൽ അവർ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും. അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ മാത്രമേ അഖീദയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ല ഗവേഷണം ചെയ്തുകൊണ്ട് അഖീദ വ്യത്യാസം ഉണ്ടാവില്ല, അഖീദ ഗവേഷണമില്ല. പിന്നെ തെറ്റായി മനസ്സിലാക്കി പോകുന്ന ചില വിശ്വാസ കാര്യങ്ങളെ അത് അപ്പടി സ്വീകരിച്ചു പോവുകയും അതാണ് ശരിയെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് തെറ്റായ അഖീദയെ സ്വഹിയായ അഖീദയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവാം. അത് എപ്പോൾ ബോധ്യമാകുമോ അപ്പോൾ മനുഷ്യർ ഒഴിവാക്കുകയും ചെയ്യും, ശരിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ധാരാളം പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ മടങ്ങിപ്പോകുന്നവരുണ്ട്. തെറ്റായ അഖീദ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് പോന്നവർ, അശ്അരി മതുരിദി നിലപാടുന്ന ഒഴിവായി പോകുന്ന ആളുകൾ, അതേപോലെ ഫൽസഫയുടെ പിന്നാലെ ത്വരീഖത്തിൻ്റെ തസവുഫിൻ്റെ പിന്നാലെ ഒക്കെ പോയി അതിന് മടങ്ങിപ്പോകുന്ന ആളുകൾ, അതുപോലെ ഖദരിയത്തിൻ്റെ പിന്നാലെ പോയിട്ട് തിരിച്ചു പോകുന്ന ആളുകൾ എല്ലാം കാണാൻ കഴിയും. ഖവാരിജിയത്തിൻ്റെ പിന്നാലെ പോയി തിരിച്ചു പോകുന്ന ആളുകൾ, അവർക്കെല്ലാം തെറ്റിയത് അഖീദയിൽ തന്നെയാണ്, വിശ്വാസ മേഖലയിൽ തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖവാരിജുകളുമായി സംവാദം നടത്തി, മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചാണ്. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വാദപ്രതിവാദം അതാണ്. അന്നത്തെ സംവാദം കഴിയുമ്പോൾ 20,000 ആളുകളാണ് ആ പിഴച്ച അഖീദ ഒഴിവാക്കി അഹ്ലുസുന്നയിലേക്ക് മടങ്ങി വന്നത്. അപ്പോൾ അത് എല്ലാ കാലത്തും നടക്കുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അഖീദക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. നമ്മുടെ അഖീദ ശരിയാണ് എന്ന് നമുക്കെപ്പോഴും ബോധ്യമുണ്ടാവുകയും വേണം. അല്ലാതെ അത് പത്രം മതി, അതിന് വിശദാംശം അറിയേണ്ട കാര്യമില്ല, അത് നോക്കേണ്ട കാര്യമില്ല, നമുക്കേതായാലും ഇപ്പോൾ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയാൽ മാത്രം പൂർത്തിയാവുകയില്ല വിശ്വാസ കാര്യങ്ങൾ. വിശദാംശങ്ങൾ ഒരു പക്ഷേ എല്ലാവർക്കും അറിയണം എന്നില്ല. നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയെ ബാധിക്കാത്ത വളരെ മൈന്യൂട്ടായ വിശദാംശങ്ങൾ ഒരു പക്ഷേ അതിലേക്ക് സാധാരണക്കാരൻ പോകണമെന്നില്ല. എന്നാൽ അനിവാര്യമായി അറിയേണ്ടുന്ന വിശ്വാസ കാര്യങ്ങൾ അത് ശരിയാവണ്ണം അറിഞ്ഞേ പറ്റൂ. അത് അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അതിൽ അബദ്ധങ്ങൾ സംഭവിച്ചാലും ആ അബദ്ധം ഗൗരവം തന്നെയാണ്. ഇവിടെ അത്തരം വഴികളെ നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ആദ്യകാലത്ത് ഞാൻ പറഞ്ഞു അവിടെ അഖീദ എന്ന പദം അല്ല ആദ്യകാലങ്ങളിൽ വിശ്വാസങ്ങൾക്ക് അധികം ഉപയോഗിച്ച് പോകുന്നത്. അത് മറ്റു പല പേരുകളും അതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. തൗഹീദ് എന്ന പദം ഏതാണ്ട് ആദ്യകാലം മുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൽമു തൗഹീദ് എന്ന പ്രയോഗമൊക്കെ തൗഹീദ് എന്ന പേര് അന്നിൽ പണ്ഡിതന്മാർ ആ കാലം മുതൽ തന്നെ ഉപയോഗിച്ച് പോകുന്നതായി കാണാൻ കഴിയും. അതേപോലെ ഉപയോഗിച്ച മറ്റൊരു പദപ്രയോഗമാണ് അസുന്ന. ആദ്യകാലത്തൊക്കെ സുന്ന എന്ന് പറഞ്ഞാൽ അഖീദയാണ്. ഇമാം അഹമ്മദ് കിതാബിനുണ്ട് അസുന്ന. ഇമാം ബർബഹാരി ഷറഹുസുന്ന. അവിടെയൊക്കെ സുന്നത്ത് ഉദ്ദേശിച്ചത് ഹദീസിനർത്ഥമല്ല. അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖീദയാണ്, വിശ്വാസ കാര്യങ്ങളാണ് അവർ അന്ന് അതിന് അർത്ഥമാക്കിയിട്ടുള്ളത്. അതേപോലെ ഉസൂലുദ്ദീൻ എന്ന് അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉസൂലുദ്ദീനും ഫുറൂഉദ്ദീനും, ദീനിൻ്റെ അസ്ലുകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ദേശം അഖീദയാണ്. ഫുറൂഉദ്ദീൻ എന്ന ഉദ്ദേശം അതിൻ്റെ മറ്റു ഫിഖ്ഹിയായ മേഖലകളാണ്. അങ്ങനെ ഉപയോഗിച്ച് പോകുന്ന കാലമുണ്ട്. ഫിഖ്ഹുൽ അക്ബർ എന്ന് അബൂ ഹനീഫ ഇമാം കിതാബിന് എഴുതി, അൽ ഫിഖ്ഹുൽ അക്ബർ. അവിടെ ഫിഖ്ഹുൽ അക്ബർ ഉദ്ദേശിച്ചത് അഖീദ കാര്യങ്ങളാണ്. ഫിഖ്ഹുൽ അസ്ഗറാണ് മറ്റേക്ക് വരിക. നമ്മുടെ സാധാരണ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ദേശിച്ചത് അഖീദയാണ്. അശ്ശരീഅ എന്നന്ന് ഉപയോഗിക്കുന്നത്. ശരീഅ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അഖീദക്കാണ് ഉപയോഗിക്കുക. ഇമാം ആജുരിയുടെ കിതാബു ശരീഅ, ഇമാം ആജുരി അബൂബക്കർ അൽ ആജുരി റഹിമഹുല്ലാ അഖീദയെ കിതാബ് എഴുതിയപ്പോൾ അദ്ദേഹം പേരിട്ടത് കിതാബു ശരീഅ. അവിടെ ശരീഅ ഉദ്ദേശിച്ചാൽ വിശ്വാസ കാര്യങ്ങളാണ്, അഖീദയാണ്. അപ്പം ഇങ്ങനെ ആദ്യകാലങ്ങളിൽ ഇത്തരം വ്യത്യസ്തമായ പദങ്ങളാണ് അഖീദ എന്നതിന് അന്ന് ഉപയോഗിച്ച് പോന്നിട്ടുള്ളത്. പിന്നീട് അതൊരു പ്രത്യേകമായ വിജ്ഞാന ശാഖയായി മാറുകയും അതിലെ എല്ലാ വിശദാംശങ്ങളും ഒറ്റ വിജ്ഞാന ശാഖ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണ് പിന്നീട് വന്നത്. ആദ്യകാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ 2 രൂപത്തിലുണ്ടാവുക. ഒന്ന്, സ്വതന്ത്രമായി ശരിയായ അഖീദയെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, ശരിയായ അഖീദ പഠിപ്പിക്കാൻ ഉള്ള ഗ്രന്ഥങ്ങൾ. ഉദാഹരണമായി അന്ന് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ശറഹു ഇഅ്തിഖാദി അഹ്ലുസുന്ന വൽ ജമാഅ. ഇമാം അബൂബക്കർ അൽ-ലാലക്കായി റഹിമഹുല്ലാഹ് 300 ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ശറഹു ഇഅ്തിഖാദി അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം വിശദീകരിക്കൽ എന്നാണ് കിതാബിൻ്റെ പേര് തന്നെ. അതിൽ വേറൊന്നുമില്ല, നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണമെന്ന് വളരെ പോസിറ്റീവായി എല്ലാ മേഖലയും കൈകാര്യം ചെയ്ത ഗ്രന്ഥമാണ് അത്.
അതേപോലെ നേരത്തെ പറഞ്ഞ ശറഹുസുന്ന, അത് ശരിയായ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അതാണ് സ്വതന്ത്രമായ കൃതികൾ. മറ്റൊന്ന്, എതിരാളികൾ ചില ഫിത്നയും ഫസാദും ഉണ്ടാക്കുമ്പോൾ അത് റദ്ദ് ചെയ്യാൻ വേണ്ടി, ഗണ്ണിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുമുണ്ട്. അവരുടെ വിശ്വാസം ശരിയല്ല എന്ന് പഠിപ്പിക്കാനും അവരുടെ വാദങ്ങളെ ഗണ്ണിക്കുവാനും എന്നിട്ട് ശരി എന്താണെന്ന് സ്ഥാപിക്കാനുമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ ഇമാം ബുഖാരിയുടെ ഖൽഖു അഫ്ആദിൽ ഇബാദ് എന്ന ഗ്രന്ഥം അങ്ങനെ എഴുതപ്പെട്ട കിതാബാണ്. ഖൽഖു അഫ്ആദിൽ ഇബാദ്, അടിമകളുടെ പ്രവൃത്തികൾ അത് ആരാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് കിതാബിൻ്റെ പേര് തന്നെ. കാരണം അന്നത്തെ കാലത്ത് മുഅ്തസിലിയാക്കളും അതുപോലെ ജഹ്മികളും ഒക്കെ അടക്കമുള്ള പല പിഴച്ച സംഘങ്ങളുടെയും വാദം, പിന്നെ മനുഷ്യൻ പരിപൂർണ സ്വതന്ത്രനാണ്, അള്ളാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചങ്ങ് വിട്ടു, പിന്നെ അവൻ എന്തു ചെയ്താലും അത് അവനാണ് എല്ലാം, അള്ളാഹ്ക്ക് അതിൽ പ്രത്യേകിച്ച് ഇടപെടലില്ല, നമ്മുടെ പ്രവൃത്തി നമ്മളാണ് അത് പ്രവർത്തിക്കുന്നതും നമ്മളാണ് സൃഷ്ടിക്കുന്നതും, അള്ളാഹ്ക്ക് അതിൽ റോളുമില്ല എന്ന് വാദിച്ചവരാണ് അവർ. അത് ശരിയെല്ലാം സ്ഥാപിക്കുവാനായി ഇമാം ബുഖാരിയുടെ കിതാബാണ് ഖൽഖു അഫ്ആദിൽ ഇബാദ്. അതവിടെ പഠിപ്പിച്ചത് അടിമകളെ പ്രവർത്തികൾ അള്ളാഹു സൃഷ്ടിക്കുന്നു, അടിമ പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഞാൻ സംസാരിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്, ആ പ്രവൃത്തി എന്നിൽ പടച്ചത് അള്ളാഹുവാണ്. അപ്പം അള്ളാഹ് പടച്ചെങ്കിലേ എനിക്കത് പറയാൻ കഴിയുള്ളൂ, അല്ലാതെ ഞാനല്ല ആ ഫെയില് പൂർണ്ണമായും സൃഷ്ടിക്കുന്നത്. അത് അള്ളാഹു തആല സൃഷ്ടിച്ചു, ഞാനത് പ്രവൃത്തിപത്തിൽ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. മുഅ്തസിലിയാക്കളുടെ വാദം മനുഷ്യൻ തന്നെയാണത് പടക്കുന്നത്, മനുഷ്യൻ തന്നെയാണത് പ്രവർത്തിക്കുന്നു എന്നാണ്, അല്ലാതെ അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് അതിൽ ഇടപെടുന്നൊന്നുമില്ല എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ ആ വാദം ശരിയല്ല ഇത് സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹു തആലയുടെ ഖൽഖാണിതെല്ലാം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇമാം ബുഖാരി എഴുതിയ 2 വാള്യമുള്ള ഗ്രന്ഥമാണ് ഖൽഖു അഫ്ആദിൽ ഇബാദ് എന്ന ഗ്രന്ഥം. അത് ഖണ്ഡനമാണ്. അതേപോലെ ഇമാം ദാരിമി റഹിമഹുല്ലാ അന്ന് അദ്ദേഹം ഖണ്ഡനം എഴുതി മുഅ്തസിലിയാക്കൾക്കെതിരായി അർ-റദ്ദുൽ മിജീസി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിഴച്ച വാദങ്ങൾക്കെതിരെ ഖണ്ഡനമായി കൊണ്ടെഴുതിയ ഗ്രന്ഥങ്ങൾ. അതൊക്കെ ഖണ്ഡനമാണ്. തെറ്റായ അഖീദകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. പിന്നെ ഓരോ പണ്ഡിതന്മാരും ജീവിച്ച നാടും അന്നത്തെ കാലഘട്ടവും അന്നത്തെ ചർച്ചകളും അതിന് സ്വാധീനം സ്വാഭാവികമായും അവരുടെ എഴുതുന്ന ഗ്രന്ഥങ്ങളിലുണ്ടാകും. ഒരാൾ അത് ഏത് കാലത്തും, അപ്പം നമ്മൾ പുസ്തകം എഴുതുകയാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ആ വിഷയം നമ്മൾ പുസ്തകം എഴുതുമ്പോൾ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ചർച്ച എടുക്കുന്നത് ആ ഒരു വീക്ഷണകോണിലായിരിക്കും അതിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ പുസ്തകം എഴുതിയാൽ സ്വാഭാവികമായിട്ട് എന്തായാലും വരിക, വഖഫിൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ വിവാദങ്ങളൊക്കെ സ്വാഭാവികമായും അതിൽ പരാമർശിച്ചു പോകും. എന്നാൽ ഇങ്ങനത്തെ ഒന്നുമില്ലാത്ത സമയത്ത് ഒരാൾ ഇത് എഴുതിയാലോ അങ്ങനെ ആയിരിക്കില്ല. അപ്പം എന്നതുപോലെ തന്നെയാണ് ഈ അഖീദ വിഷയത്തിലും ഓരോ കാലത്തും ജീവിച്ച പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതുമ്പോൾ ആ നാട്ടിൽ അഖീദയുടെ ഏത് ഭാഗമാണോ ഊന്നിപ്പഠിപ്പിക്കേണ്ടത് അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവർ കിതാബ് എഴുതിയത്. അവിടെ ഹിജ്റ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിലൊക്കെ മുഅ്തസിലിയാക്കൾ, ഖവാരിജികൾ, ഷിയാക്കൾ, റാഫിദികൾ, ജഹ്മികൾ, ജബരികൾ, ഖദരികൾ ഇവരെല്ലാം ഇസ്ലാമിക ലോകത്തെല്ലാം വ്യാപകമായി സജീവമായി ഉള്ള കാലമാണ്. അതുകൊണ്ട് അന്ന് ഏത് ഗ്രന്ഥം എഴുതുമ്പോഴും അത് ഫിഖ് എഴുതിയാലും അഖീദ എഴുതിയാലും ഹദീസ് കിതാബ് എഴുതിയാൽ പോലും അതിലൊക്കെ ഒരു അവസരം ഉണ്ടാകുന്നിടത്തെല്ലാം അവരെ വിശ്വാസം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ചില പദപ്രയോഗങ്ങളെങ്കിലും അവരതിൽ കൊണ്ടുവരും. അവർ തെറ്റായ നയം പഠിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വരികൾക്കിടയിലെങ്കിലും അവർ അതിൽ ചില പദപ്രയോഗങ്ങൾ നിർവഹിക്കും. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി ഏറ്റവും നല്ല ഉദാഹരണമാണ്. 1-ാമത്തെ ഹദീസ് ഏതാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. 1-ാമത്തെ ഹദീസായി ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് കൊടുക്കാൻ ഒരു കാരണമുണ്ട്, ഒരുപാട് കാരണമുണ്ട്. അതിൽ ഒരു കാരണം മുതവാത്തിറായ ഹദീസ് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, വിശ്വാസം കാണിക്കാൻ പറ്റുള്ളൂ എന്ന് വാദിക്കുന്ന ടീമുണ്ട്. അത് ശരിയല്ല, പഠിപ്പിക്കണം. അപ്പോൾ 1-ാമത്തെ ഹദീസിനെ മുതവാത്തിർ അല്ലാത്ത കൊടുത്തു. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് താനും. അത് ഇമാം ബുഖാരിയുടെ ഉദ്ദേശമുണ്ട്. അൽ ഈമാൻ യസീദു വയൻഖുസ്, ഇമാം ബുഖാരിയുടെ ഒരു അധ്യായമാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം. അതെന്തിനാണ് കൊടുത്തത്? ഈമാൻ കൂടുകയില്ല കുറയുകയില്ല എന്നാണ് ഖവാരിജികളുടെ അസ്വരി. ഖവാരിജികൾ അടിസ്ഥാനമായി സ്വീകരിച്ചത് ഈമാൻ കൂടില്ല, ഈമാൻ കുറയുമില്ല, ഈമാൻ ഒറ്റൊന്നാണ്, അതിന് പിന്നെ പാർട്ടുകളില്ല എന്നാണ്. ഈമാൻ ജുസ്ഇകളില്ല. അൽ ഈമാൻ ലാ യതജസ്സ, ഈമാൻ വ്യത്യസ്ത വിഭാഗമായി വേർപിരിയുകയില്ല. അവിടെ ഈമാൻ ഒറ്റൊന്ന്. ഒരാൾ ഒന്നുകിൽ മുഅ്മിനാണ് അല്ലെങ്കിൽ മുഅ്മിനല്ല, അതേ ഉള്ളൂ. ഈമാൻ ഉണ്ടെങ്കിൽ അവൻ മുഅ്മിൻ, ഈമാനില്ലേ അവൻ കാഫിർ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മുതൽ
നമ്മൾ സാധാരണക്കാരടക്കം എല്ലാവരും ഈമാൻ്റെ വിഷയത്തിൽ ഒരുപോലെയാണ്, ഏറ്റവും വ്യത്യാസമില്ല. ഈമാൻ കൂടില്ല, ഈമാൻ കുറയുകയുമില്ല. അതുകൊണ്ട് തെറ്റുകൾ ചെയ്താൽ ഈമാനില്ല എന്ന് ഹദീസ് കാണാം. നബി തങ്ങൾ പറഞ്ഞു, അയൽവാസി നിർഭയല്ലെങ്കിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വഴി നടക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഓല വാദപ്രകാരം ഓലൊക്കെ കാഫിറാണെന്നാണ്. കാരണം എന്താണ്? ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, മുഅ്മിനാവുക ഇല്ല എന്ന് ഹദീസിൽ. പിന്നെ മുഅ്മിൻ അല്ലെങ്കിൽ എന്താണ്? കാഫിറാണ്. അഹ്ലുസുന്ന പറഞ്ഞ എന്താണ്? ലാ യുഅ്മിൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ഈമാനുള്ള മുഅ്മിനാവൂല എന്നാണ്. അവിടെ ഈമാനിൽ കുറവുണ്ട്, അല്ലാതെ കാഫിറാണെന്നല്ല. ലാ യുഅ്മിനു ഈമാനൻ കാമിലൻ, പരിപൂർണമായി ഈമാനുള്ള മുഅ്മിനല്ല അവൻ. ഓനെ ഈമാനിൽ ലേശം കുറവ് വന്നിട്ടുണ്ട്. ഇവര് പറഞ്ഞതോ അല്ല, ഈമാൻ കുറയൂല കൂടൂല, ഈമാൻ ഒറ്റൊന്ന്. അതുകൊണ്ട് ലാ യുഅ്മിൻ എന്ന് എവിടെ ഹദീസിൽ വന്നോ ഓനൊക്കെ പിന്നെ ഇസ്ലാം എന്ന് പുറത്ത്. അപ്പൊ ഇമാം ബുഖാരി ഹദീസ് കിതാബ് ക്രോഡീകരിച്ചപ്പോൾ പോലും അവിടെ അധ്യായം കൊടുത്തു, അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം. അത് അഹ്ലുസുന്നയുടെ ഒരു അഖീദ പഠിപ്പിക്കുന്നവരുണ്ട്. എതിരാളികളെ അഖീദയിൽ വന്ന പിഴവുകളെ ബോധ്യപ്പെടുത്തലും അതിലുണ്ട്. അവരുടെ വാദം ശരിയല്ല എന്ന് സ്ഥാപിക്കലും ഇമാം ബുഖാരി അതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഏത് കിതാബ് എഴുതപ്പെട്ടാലും വിശിഷ്ട അഖീദ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ആ എഴുതുന്ന ആളുടെ നാടും അവർ ജീവിക്കുന്ന ചുറ്റുപാടും സാഹചര്യങ്ങളും അതെല്ലാം സ്വാഭാവികമായും ആ ഗ്രന്ഥങ്ങളിൽ സ്വാധീനിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ ഷിയാക്കൾ ധാരാളമുള്ള രാജ്യത്ത് ജീവിച്ച ഒരാൾ കിതാബ് എഴുതുമ്പോൾ അവരെപ്പറ്റി ചില പരാമർശങ്ങൾ വരും. ഖവാരിജുകൾ സജീവമായുള്ള നാട്ടിലാണെങ്കിൽ അതേക്കുറിച്ച് വരും. മുഅ്തസിലിയാക്കൾ എമ്പാടുമുള്ള നാട്ടിലാണെങ്കിൽ അവരെക്കുറിച്ച് പരാമർശിക്കും. അശ്അരി മാതുരീദിയാണ് ഒരു നാട്ടിൽ ഭൂരിപക്ഷമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരും. അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തിലാണ് ആ നാട്ടിൽ കാര്യമായ വിവാദമെങ്കിൽ അവർ കിതാബ് കുറച്ചധികം പേജുകൾ അതിനു വേണ്ടിയായിരിക്കും മാറ്റിവെക്കുക. ഇതാണ് അഖീദയുടെ പൊതുവായ ഗ്രന്ഥങ്ങളുടെ ഒരു സ്വഭാവം. പിന്നെ ഇതിൽ ചില പ്രത്യേക ഭാഗം എടുത്തുകൊണ്ട് ഗ്രന്ഥമെഴുതിയ പണ്ഡിതന്മാർ ധാരാളമുണ്ട്. അഖീദ മൊത്തം പറയാതെ അഖീദയുടെ ചില പ്രത്യേകമായ ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിൽ ഗ്രന്ഥമെഴുതിയ എമ്പാടും പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഭാഗവും പരാമർശിക്കാതെ അല്ലാഹുവിൻ്റെ അസ്മാഉ സിഫാത്ത് അതുമാത്രം ചർച്ച ചെയ്ത ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. അല്ലാഹു തആലയുടെ അസ്മാഉ സിഫാത്ത് മാത്രം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അതുമാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാ വശവും പരിചയപ്പെടുത്തുക. ഇമാം ബൈഹഖിയുടെ അൽ അസ്മാഉ വസ്സിഫാത്ത്, ഇമാം ബൈഹഖിയുടെ അൽ അസ്മാഉ വസ്സിഫാത്ത് അതാ നിൽക്കാണ്. ഇമാം ഇബ്നു ഖുസൈമയുടെ കിതാബു തൗഹീദ് വ ഇസ്ബാത്തു സിഫാത്തി റബ്ബി അസ്സ വജൽ, കിതാബു തൗഹീദ് വ ഇസ്ബാത്തു സിഫാത്തി റബ്ബി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥാപിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ എഴുതിയ ഗ്രന്ഥം. അതൊക്കെ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതേപോലെ ഓരോ നാട്ടിലും ഓരോ കാലത്തും ഏതാണോ കൂടുതൽ മുഴച്ചു നിൽക്കുന്ന അഖീദയുടെ ഭാഗമെങ്കിൽ അത് അവിടെ കിതാബുകളിൽ ചർച്ചകൾ വരും. എല്ലാ വശങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ മേഖലയും പരാമർശിക്കുന്ന സ്വതന്ത്രമായ ഗ്രന്ഥങ്ങളും മൊത്തം ഗ്രന്ഥങ്ങളും എഴുതിയ പണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അന്ന് ഏതൊക്കെ തെറ്റായ വാദങ്ങൾ അഖീദയുടെ വിഷയത്തിൽ എവിടെല്ലാം ഉണ്ടോ അതിനെതിരെ എല്ലാം അദ്ദേഹം ഖണ്ഡനം എഴുതി. ശരിയായ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ എഴുതി. അതിൽ തന്നെ ചില പ്രത്യേക ഭാഗങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് ഗ്രന്ഥം എഴുതി. ഉദാഹരണമായി അദ്ദേഹം എഴുതിയ കിതാബുൽ അർഷ്, കിതാബുൽ അർഷ് അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത് കാര്യമായ ചർച്ച, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ട് അന്നുണ്ട കുറേ നിഷേധ പ്രവണതകൾ, അർഷിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, അള്ളാഹു അർഷിലാണെന്ന് പറയാൻ പാടില്ല എന്ന വാദങ്ങൾ, ഇതിനെല്ലാം പൊളിച്ചടക്കി ഖുർആനും ഹദീസും എന്താണോ അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് അത് പഠിപ്പിക്കാനാണ് അദ്ദേഹം കിതാബുൽ അർഷ് എന്ന ഗ്രന്ഥം എഴുതിയത് തന്നെ. അതേപോലെ കിതാബുൽ ഉലുവ് ഇബ്നു തൈമിയ്യ മറ്റൊരു ഗ്രന്ഥമാണ്. ഉലുവ്, അള്ളാഹുവിൻ്റെ ഉലുവ്, ഔന്നിത്യം, അള്ളാഹു ഉന്നതനാണ് എന്നതിന് അലി ഉലുവ് എന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഗ്രന്ഥം എഴുതി. അതേസമയം കുറച്ചുകൂടെ വിശദമായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ശറഹ് ഹദീസ് ജിബ്രീൽ. നബിയുടെ മുമ്പിൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് മനുഷ്യരൂപത്തിൽ വരികയും വിശ്വാസകാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്ത ഹദീസ്. അവിടെ എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ എന്നൊക്കെ ചോദിച്ച ഹദീസ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം ഗ്രന്ഥം എഴുതി. ശറഹ് ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ. അഖീദ അൽ വാസിത്തിയ്യ, വിശ്വാസകാര്യങ്ങളെ മൊത്തത്തിൽ എഴുതിയ കിതാബാണ്. അൽ അഖീദത്തുൽ വാസിത്തിയ്യ,
വാസിത്ത് എന്ന നാട്ടിൽ വെച്ചാണ് അദ്ദേഹം അത് എഴുതിയത്. അദ്ദേഹം യാത്രാമധ്യേ വാസിത്ത് എന്ന പ്രദേശത്തെത്തി. അസറിന് അവിടെ ചെന്നു പള്ളിയിൽ. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടി ഷെയ്ഖ് ആ നാട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഷെയ്ഖിനെ സ്നേഹിക്കുന്ന ദീനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ കൂടും. അവർ പറഞ്ഞു, ഷെയ്ഖ് ഞങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ വന്നാണല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഒരു അക്കീദ ക്ലാസ് എടുത്ത് തന്നെ, ഞങ്ങൾ ഈ നാട്ടിലേക്ക് മൊത്തം വിളിച്ചുകൊണ്ടിട്ട് അക്കീദ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഉപദേശങ്ങൾ നൽകണം. അപ്പോൾ അദ്ദേഹം നിങ്ങൾ പേപ്പർ ഉണ്ട് ഞാൻ എഴുതി തരാറുണ്ട്. അങ്ങനെ അവിടെ പള്ളിക്ക് ആ തൂണും ചാടി നിന്നിട്ട് അദ്ദേഹം എഴുതി. മഗ്‌രിബാകുമ്പോഴേക്ക് കിതാബ് എഴുതി കഴിഞ്ഞു. അതിലുണ്ട് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അസറിന് തുടങ്ങി മഗ്‌രിബാകുമ്പോഴേക്ക് ആ കിതാബിൻ്റെ രചന പൂർത്തിയായി. അതാണ് അഖീദത്തുൽ വാസിത്തിയ്യ. വാസിത്ത് എന്ന നാട്ടിൽ വെച്ച് എഴുതിയത് കൊണ്ടാണ് അഖീദത്തുൽ വാസിത്തിയ്യ എന്ന പേര് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ലോകവ്യാപകമായി അത് സ്വീകരിക്കപ്പെടുകയും ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അതിന് എഴുതപ്പെടുകയും നൂറുകണക്കിന് ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്ത് ഒട്ടുമിക്ക ഇസ്ലാമിക ജാമ്യകളിലും അത് പഠനത്തിൻ്റെ ഭാഗമായി സിലബസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ജാമ്യയിലടക്കം 10-50ഓളം കുട്ടികൾക്ക് കാണാപ്പാടമാണ് ആ കിതാബ്. അൽഹംദുലില്ലാഹ് ഒരു പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അഖീദത്തുൽ വാസിത്തിയ്യ അതങ്ങനെ എഴുതിയ എന്താണ് ഒരു യാത്രാ മധ്യ എഴുതിയതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ അഖീദ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ശിഫാ ഉൽ അലീൽ ഖദാ ഖദർ വിഷയത്തിൽ ലോകത്ത് തുല്യതയില്ലാത്ത കിതാബാണെന്ന് പറയപ്പെടുക. ശിഫാ ഉൽ അലീൽ ഫി മസാഇൽ ഖദ്രി വത്തഅലീൽ എന്നാണ് മുഴുവൻ പേര്. ഖദാ ഖദറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വസ്വാസുണ്ടോ അതിനെല്ലാം ഏറ്റവും നല്ല മറുപടി. ഖദറിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും വസ്വാസ് ഉന്നയിക്കപ്പെടുന്ന വിഷയമാണ് ഖദർ. ഖദർ നിഷേധമുണ്ട്, ഖദറിനകത്ത് പിന്നെ തെറ്റിപ്പോയ ആളുകളുണ്ട്, അതിൽ ഓവറായി പോയ ആളുകളുണ്ട്, ഖദറിൽ ചില വിഷയങ്ങൾ ആൾക്ക് അറിയാതെ പോയ ഏരിയകളുണ്ട്. ഇതിലൊക്കെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ശിഫാ ഉൽ അലീൽ, രോഗിക്കുള്ള ഷിഫ എന്ന പേര് തന്നെ. ഖദർ വിഷയത്തിൽ അസുഖമുള്ളവന് ഇത് മദീന കിതാബിൻ്റെ പേര് തന്നെ. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. അതിന് മുമ്പും ശേഷവും ആ വിഷയത്തിൽ അങ്ങനെ ഗ്രന്ഥം എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് പറയുക. ഇന്നും ഈ 700 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും അതിന് സമാനമായ ഗ്രന്ഥം ആ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അവിടെ സലഫി പണ്ഡിതന്മാർ പറയും, ഖദർ ക്ലിയർ ആകണോ ഇബ്നുൽ ഖയ്യിമിനെ ശിഫ വായിച്ചാൽ മതി. ഇബ്നുൽ ഖയ്യിമിനെ ശിഫ വായിച്ചാൽ പിന്നെ ഇനി ഖദർ സംശയമില്ല. അത്ര കൃത്യമായി ഖദർ കൈകാര്യം ചെയ്ത്, അത് ആയത്തും ഹദീസും മാത്രം വെച്ചുകൊണ്ട്, ആയത്തും ഹദീസുകളെയും മാത്രം വെച്ച് ആ ആയത്തും ഹദീസും സഹാബികളും താബികളും മനസ്സിലാക്കിയ അവ നൽകിയ വ്യാഖ്യാനം മാത്രം അവലംബിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ശിഫാ ഉൽ അലീൽ. വല്ലാത്തൊരു കിതാബാണ് ആ ഒരു വിഷയത്തിൽ. അപ്പം അല്ല എല്ലാർത്ഥം ഖദറിൻ്റെ എല്ലാ വശങ്ങളും, ഖദറിൻ്റെ എല്ലാ മർത്തബയും പറയുന്നുണ്ട്. ആകാശ ഭൂമി പടക്കും മുമ്പ് അല്ലാഹു എല്ലാം എഴുതി വെച്ചു എന്ന് പറഞ്ഞു. പിന്നെന്തിനാ അമൽ ചെയ്യുന്നത്, ആ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ ഓരോ കൊല്ലും ഖദർ ഉണ്ട് കണക്കാക്കുന്നു പറയുന്നു. അതെന്താണ് അത്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമൽ ഉയർത്തപ്പെടുന്നു പറയുന്നു. അപ്പം എന്താ അതിന് ഇതേ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ മലക്ക് വന്നിട്ട് എല്ലാം രേഖപ്പെടുത്തി പോകുന്നു പറയും. അപ്പം പണ്ട് രേഖപ്പെടുത്തിയിരിക്കണില്ലേ, പിന്നെന്തിനാ പണ്ട് വീണ്ടും രേഖപ്പെടുത്തുന്നത്? അതവിടെ ചർച്ചയുണ്ട്. ഇങ്ങനെ മറാത്തിബുൽ ഖദർ, ഖദറിൻ്റെ എല്ലാ മർത്തബകളും ഈ ഓരോന്നും എന്താണ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അതിലുണ്ട്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളെ മാത്രം എടുത്തുകൊണ്ട് ഗ്രന്ഥമെഴുതിയ പണ്ഡിതന്മാരുണ്ട്. പൊതുവായി അഖീദയുടെ പൊതുവായ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുമുണ്ട്. ഇമാം അഹ്മദിൻ്റെ ഉസൂലുസുന്ന ചെറിയ ഗ്രന്ഥമാണ്, പക്ഷേ അഖീദയുടെ എല്ലാ ഭാഗവും ഉൾക്കൊള്ളുന്ന കിതാബാണ് ഉസൂലുസുന്ന. അവിടെ സുന്ന എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അഖീദ, ഈമാൻ. അപ്പോൾ ഉസൂലുസുന്ന ഉസൂലുൽ ഈമാൻ, ഈമാൻ്റെ അസുലുകൾ എന്നാണ്. ഈമാൻ എന്താണെന്ന് ചോദിച്ചാൽ ആ ഉസൂലുസുന്ന വായിച്ചാൽ മതി. അതിലുണ്ട് എല്ലാം, വിശ്വാസത്തിൻ്റെ എല്ലാ മേഖലയും പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് ഉസൂലുസുന്ന. ഇപ്പോൾ നമ്മൾ ജാമ്യ നടത്തിയ അൽ മഹാറ മത്സരത്തിൽ ഒരു മത്സര ഇനം ഈ കിതാബ് ഹിഫ്ളാക്കലായിരുന്നു. ഉസൂലുസുന്ന കാണാപ്പാഠം പഠിക്കുക, അത് എവിടുന്ന് ചോദിച്ചാലും ചൊല്ലിക്കൊടുക്കുക, അതായത് ഒരു മത്സരം. ഇമാം അഹ്മദ് ഉസൂലുസുന്ന ഹിഫ്ളാക്കിയിട്ട് അവിടെ വന്നിരിക്കുക, ശൈഖന്മാർ ചോദിക്കുമ്പോൾ ഏത് ഭാഗത്ത് ചോദിച്ചാലും തെറ്റാതെ പറഞ്ഞു കൊടുക്കുക. അതിൽ 3ാം സ്ഥാനം കിട്ടിയത് അൽഹംദുലില്ലാഹ് എൻ്റെ മോനായിരുന്നു ഉസൂലുസുന്ന ഹിഫ്ളാക്കിയിട്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് അതൊരു അഖീദയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഉസൂലുസുന്ന. അത് എല്ലാം ഉണ്ട്, അഖീദ എല്ലാം. അപ്പം ഞാൻ അത് പഠിച്ച ഒരാളെ സംബന്ധിച്ച് അഖീദയിൽ ഏത് ഭാഗമാണ് ചോദിച്ചാലും അത് കാണാൻ ചൊല്ലി കൊടുക്കാൻ പറ്റും. പക്ഷേ വളരെ കിതാബ് മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല, അതവിടെ തലയിൽ ഓർമ്മയുണ്ട്. ഞാൻ ഹിഫ്ളാക്കിയിട്ടില്ല, പക്ഷെ എൻ്റെ മോനെ ഹിഫ്ളാക്കി അൽഹംദുലില്ലാഹ്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഈ രംഗത്ത് ഗ്രന്ഥം എഴുതിയ ആളുകൾ. അൽ-റദ്ദ് അലൽ ജഹ്മിയ്യ
വസ്സനാദിഖ, ഇമാം അഹ്മദിൻ്റെ തന്നെ ഗ്രന്ഥം അർ-റദ്ദു അലൽ ജഹ്മിയ്യ, ജഹ്മികൾക്കുള്ള ഖണ്ഡനം. ജഹ്മ് ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കിയ പഴിച്ച പ്രസ്ഥാനമാണ് ജഹ്മിയ്യത്ത്. ആ ജഹ്മികൾക്കെതിരെ ഇമാം അഹ്മദ് കൊടുത്ത മറുപടിയുണ്ട്. അതേപോലെ ധാരാളം പണ്ഡിതന്മാർ, ഓരോന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ഇമാം ദാരിമി ഇങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ ഇബ്നു കസീർ, ഇമാം റഹബി, അവരൊക്കെ ആ കാലക്കാരാണല്ലോ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇബ്നു തൈമിയ്യയുടെ കൂടെ വർഷങ്ങൾ 24 മണിക്കൂറും താമസിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ നേല് പോലെ അദ്ദേഹം കൂടി. ഇബ്നു തൈമിയ്യ എവിടെ ഉണ്ടാവും അവിടെ ഇബ്നു ഖയ്യിം ഉണ്ടാവും. ഇബ്നു തൈമിയ്യ ജയിലിൽ പോയപ്പോൾ ഒപ്പം ജയിലിൽ പോയതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ. ഇബ്നു തൈമിയ്യ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇബ്നു ഖയ്യിം അറസ്റ്റ് കൊണ്ടുപോകും. അങ്ങനെ ഒപ്പം നടന്ന് ഇബ്നു തൈമിയ്യ മരിക്കണവരെ കൂടെ കൂടിയ ആളാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യയുടെ ഒരു ഫോട്ടോ കോപ്പി ആയിട്ട് അദ്ദേഹം മാറി. ഇബ്നു തൈമിയ്യ മനസ്സിലാക്കാൻ ഇബ്നു ഖയ്യിം മതി. അതുകൊണ്ടാണ് പറയുന്നത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഇബ്നു ഖയ്യിം എന്ന ശിഷ്യൻ മാത്രം മതി അല്ലാഹ് സ്വീകരിച്ചാൽ അദ്ദേഹത്തെ സ്വർഗത്ത് പോകാനാണ്. ഇബ്നു തൈമിയ്യക്ക് സ്വർഗത്ത് പോകാൻ അല്ലാഹ് സ്വീകരിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും ഈ ശിഷ്യനെ വളർത്തിയെടുത്തു എന്നത് മാത്രം മതി. എത്ര വലിയ മഹാനായി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ വളർന്നു. ഫുൾ ടൈം ഒപ്പം കൂടെ ഷെയ്ഖിൻ്റെ എല്ലാ മേഖലയും ചോദിച്ചു പഠിച്ചു. വലിയ മെമ്മറിയായിരുന്നു, വലിയ പഠിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ ഷെയ്ഖിൻ്റെ കൂടെ ഏതാണ്ട് 10-15 കൊല്ലം സഹവസിച്ച ആളാണ് ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാ. അപ്പോൾ സൂചിപ്പിച്ചത് വ്യത്യസ്തമായ തലങ്ങളിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ജഹ്മികൾ അള്ളാഹിൻ്റെ അസ്മാ സിഫാത്തിലാണ് അവർക്കും പഴിച്ചത്. ജഹ്മു സിഫാൻ അള്ളാഹിൻ്റെ എല്ലാ ഇസ്മുകളെയും എല്ലാ സിഫത്തും നിഷേധിച്ചവരാണ് ജഹ്മുകൾ. അള്ളാഹിൻ്റെ മുഴുവൻ സിഫത്തും നിഷേധിച്ചു, മുഴുവൻ പേരുകളും നിഷേധിച്ചു. ഒരു പുതിയ വിശ്വാസം സ്ഥാപിച്ചതാണ് ജഹ്മു സിഫാൻ. മുഅ്തസിലികളുടെ മറ്റൊരു പതിപ്പാണ്. അല്ല, അസ്മാക്ക് സിഫാത്തല്ല, ഇല്ലല്ല. അസ്മാ പേരുകളാണ്, സിഫാത്ത് വിശേഷണമാണ്. റഹ്മത്ത് അത് വിശേഷണമാണ്. റഹ്മാൻ ഇസ്മാണ്. റഹ്മാൻ ഇസ്മ്, എല്ലാ ഇസ്മിലും ഒരു സിഫത്ത് ഉണ്ടാവും. എന്നാൽ എല്ലാ സിഫത്തൊന്നും ഇസ്മുണ്ടാകണം എന്നില്ല. അള്ളാഹ്ക്ക് വെറുതെ ഒരു പേരുണ്ടാവില്ല, ഒരു സിഫത്തും ഇല്ലാത്ത വെറുതെ ഒരു പേര് അതുണ്ടാവില്ല. എല്ലാ പേരിലും ഒരു സിഫത്ത് ഉണ്ടാവും, സിഫത്തില്ലാത്ത പേരില്ല. എന്നാൽ എല്ലാ സിഫത്തൊന്നും അള്ളാഹ്ക്ക് പേരുണ്ടാകുമോ? ഉണ്ടായിക്കോളുന്നില്ല. എന്നാൽ അള്ളാഹ്ക്ക് ഒരു പേര് പറയണമെങ്കിൽ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരണം, ഇങ്ങനെ പേരുണ്ട് എന്ന് നബി പഠിപ്പിച്ചു തരണം. അല്ലാത്ത പേര് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഏത് പേര് പഠിപ്പിച്ചിട്ടുണ്ടോ ആ പേരൊക്കെ സിഫത്തിനെ അറിയിക്കുന്നു. സിഫത്ത് അറിയിക്കാത്തൊരു പേര് നമ്മളുടെ വെറുതെ പേരുണ്ട്. പാപ്പൻ്റെ ആദ്യത്തെ അമ്മാൻ്റെ ആദ്യത്തെ കുട്ടികളുടെ പേരിടുക, അങ്ങനത്തെ പേര് അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും ഒരു സിഫത്ത് ഉൾക്കൊള്ളുന്ന പേരാണ്. പക്ഷെ എല്ലാ സിഫത്തിൽ നിന്നും ഒരു പേര് ഉണ്ടാകണം എന്നില്ല. അത് അള്ളാഹ് അറിയിച്ചെന്നെങ്കിൽ ഉണ്ടെന്നോ ഇല്ലയെന്നോ പറയാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാത്ത ഇല്ലയെന്നും പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. ഏകത്വമുണ്ട്, അത് ശരിയല്ലോ. അത് അള്ളാഹ് എല്ലാ കാര്യത്തിലും ഏകനാണല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ്, സിഫത്തിൽ അള്ളാഹ് അഹദാണ്, ഇസ്മിൽ അള്ളാഹ് അഹദാണ്, ഫൈലിൽ അള്ളാഹ് അഹദാണ്, ദാത്തിൽ അള്ളാഹ് അഹദാണ്. പടച്ചറബുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അള്ളാഹു തആല ഏകനാണ്, അതിന് പങ്കുകാരില്ല, അത് വേറെ കാര്യം. പക്ഷേ അസ്മാ സിഫത്തും വ്യത്യാസമില്ലാണ്. ഇസ്മുകൾ പേരുകളാണ്, സിഫത്തുകൾ വിശേഷണങ്ങളാണ്. പേരുകളെല്ലാം വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നു. വിശേഷങ്ങളിലെല്ലാം ഒരു പേര് അള്ളാഹുക്ക് ഉണ്ടാകണമെന്ന് ഇല്ല, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ജഹ്മികളും ജാഹിദികളും രണ്ട് വിഭാഗം. മുഅ്തസിലിയത്തിൻ്റെ മറ്റൊരു കുറച്ചും കൂടെ പിടുത്തം പതിപ്പാണ് ജഹ്മു ബിൻ സഫ്വാനും ജാഹിദ് ബിൻ ദിർഹമും. ആ രണ്ടുപേരും വലിയ ഫിത്ന ഉണ്ടാക്കി, വലിയ പണ്ഡിതന്മാരായിരുന്നു, ഒരുപാട് കിതാബ് എഴുതി, ഒരുപാട് മനുഷ്യന്മാരെ പഴിക്കാൻ അവർ കാരണക്കാരായി മാറി. ജാഹിദിൻ്റെ അവസാനം പിന്നെ വലിയ പെരുന്നാൾക്ക് അറക്കാണ് ചെയ്തത് ഇസ്ലാമിക ഭരണകൂടം. ഇസ്ലാമിക ഭരണകൂടം ഇയാൾക്ക് അതേ കുറ്റം ചുമത്തി കേസ്, ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ കേസ് തെളിയിക്കാവുന്നില്ല. അങ്ങനെ വധശിക്ഷ വിധിച്ചു കോടതി. അങ്ങനെ പെരുന്നാളിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് ഭരണാധികാരി പ്രഖ്യാപിച്ചു, ഇന്ന് ഉദയത്ത് ദിവസമാണ്, നിങ്ങളൊക്കെ നിങ്ങളെ മൃഗത്തെ ബലിയറക്കുക, ഞാൻ ജാഹിദിനെ ബലിയറക്കുകയാണ് എന്ന് പറഞ്ഞ് പരസ്യമായി ഈദ്ഗാഹിൽ വെച്ചിട്ട് അറുത്ത് കളഞ്ഞു ജാഹിദ് ബിൻ ദിർഹമിനെ. അത് ഹിജ്റ 3-ാം നൂറ്റാണ്ട്. അത്ര വലിയ ഫിത്നയാണ് ജാഹിദിനെ കൊണ്ടന്ന് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ പിന്നെ കിതാബ് എഴുതി. ചില പണ്ഡിതന്മാർ അഖീദയിൽ തെറ്റിപ്പോവുകയും പിന്നീട് ശരിയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ട് നിലപാട് മാറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതി. അതിൽപ്പെട്ടാണ് ഇമാം അശ്അരിയുടെ അൽ ഇബാന വ്യക്തമാക്കൽ. അപ്പം തൻ്റെ പഴയ നിലപാടൊക്കെ മാറി ഇനി മുതൽ എൻ്റെ നിലപാട് ഇതാണ്
എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇബാന അൻ ഉസൂലിദ്ദിയാന എന്ന് പറയുന്ന ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥം. അദ്ദേഹം തൻ്റെ നിലപാടുകൾ തിരുത്തി ഇനി മുതൽ എൻ്റെ നിലപാട് ഇതാകുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇബാന അൻ ഉസൂലി അദ്ദിയാന എന്ന ഗ്രന്ഥം. ചില ഗ്രന്ഥങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളാണ്. ചില സ്ഥലത്തു നിന്ന് ചിലപ്പോൾ ചോദ്യം വരും ചില ശൈഖന്മാർക്ക്, അല്ലെങ്കിൽ ചില ശിഷ്യന്മാർ ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ വാസത്തിയെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ അവർക്ക് എഴുതി കൊടുക്കും, ഇതാണ് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന പല ഗ്രന്ഥങ്ങളും കാണാൻ പറ്റും. അൽ ജവാബുൽ കാഫി ഇബ്നു ഖയ്യിമിൻ്റെ ഒരു ഗ്രന്ഥമാണ്. അൽ ജവാബുൽ കാഫി, മതിയായ മറുപടി, ലിമൻ സഅല അനിദ്ദവാഇ ശാഫി, ചോദിച്ചവനുള്ള മതിയായ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി എഴുതി കൊടുത്തു. ആ മറുപടി കിതാബാണ്. ഒരു ചോദ്യം വന്നു, ചോദ്യത്തിന് ഉത്തരം കൊടുത്തു, ആ ഉത്തരം ഒരു 100-150-200 പേജ് ഉണ്ടാവും. അപ്പോൾ അത് കിതാബായി മാറി. ആ വിഷയത്തെ എല്ലാം പഠിക്കാൻ പറ്റാവുന്ന ഗ്രന്ഥമായി അത് പിന്നീട് ഉപയോഗിക്കപ്പെട്ടു പോന്നു. അങ്ങനെ ഗ്രന്ഥം എഴുതിയ ആളുകളുമുണ്ട്. ഏതാണെങ്കിലും അഖീദയുടെ മേഖലയിൽ വ്യത്യസ്ത തലങ്ങളിലാണ് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അത് ആദ്യകാലം മുതൽ സ്വഹാബത്ത് കഴിഞ്ഞ് തൊട്ട് അടുത്ത കാലം മുതൽ തന്നെ അഖീദയിൽ മാത്രമായി ഗ്രന്ഥങ്ങൾ എഴുതുന്ന പ്രവണത വന്നിട്ടുണ്ട്. അഖീദ പഠിപ്പിക്കൽ സ്വഹാബത്തിൻ്റെ കാലം മുതൽ തന്നെയുണ്ട്. അഖീദ തെറ്റിപ്പോയതിലേക്ക് ആ തെറ്റിനെ ഗണ്ണിക്കലും ശരീരം ബോധ്യപ്പെടുത്തലും സ്വഹാബിമാർ മുതൽ ചെയ്തു പോന്ന പണിയുമാണ്. പിന്നീട് അത് സ്വതന്ത്രമായ വിജ്ഞാന ശാഖയായി മാറി. അതിനുശേഷം ശരിയായ അഖീദ പഠിപ്പിക്കുവാനും പിഴച്ച അഖീദയെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമെല്ലാമായി പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതി. പിന്നീട് പല പണ്ഡിതന്മാരെയും കുറിച്ച് അവരെ അഖീദ പഠനവിധേയമാക്കിക്കൊണ്ട് പിന്നെ ഗ്രന്ഥങ്ങൾ എഴുതി. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ അഖീദകൾ നമുക്ക് കിതാബ് കിട്ടും. നമുക്ക് അങ്ങനെ കിതാബ് കിട്ടും. 4 മദ്ഹബിൻ്റെ ഇമാമുമാരുടെയും അഖീദ എന്തായിരുന്നു. അപ്പോൾ അവരുടെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അവർ പരാമർശിച്ചു പോയ വിശ്വാസ കാര്യങ്ങൾ തിരഞ്ഞുപിടിച്ച് അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് കിതാബാക്കിയ ആളുകൾ. ഇമാം ഷാഫിയുടെ അഖീദ, ഇമാം മാലിക്കിൻ്റെ അഖീദ, ഇമാം അഹമ്മദിൻ്റെ അഖീദ, ഇമാം അബൂ ഹനീഫയുടെ അഖീദ, അതൊക്കെ ശരിയായ സലഫി അഖീദയായിരുന്നു സ്ഥാപിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട്. ഈ 4 ഇമാമികളുടെ അഖീദ. അപ്പോൾ അവരുടെ ഫിഖ് കിതാബിലോ ഹദീസ് കിതാബിലോ തഫ്സീറുകളിലോ അഖീദ ഗ്രന്ഥങ്ങളിലോ ഒക്കെയായി അവർ സാന്ദർഭികമായി പരാമർശിച്ചു പോയ വിഷയങ്ങളുണ്ടാവും. അതെല്ലാം ആ കിതാബിൽ നിന്ന് തിരഞ്ഞെടുക്കും. എന്നാൽ അതൊക്കെ പറഞ്ഞൊരു കിതാബാക്കും. എന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അഖീദ ഇതാകുന്നു. അപ്പോൾ ഈ കിതാബ് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഏത് വിഷയത്തിൽ ഇമാം ഷാഫി പറഞ്ഞ എന്താണ്. അത് ഇമാം ഷാഫിന് ഇന്ന കിതാബിലുണ്ട്, ഇത്രാമത്തെ പേജിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പരാമർശിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇഅ്തിഖാദുൽ അഇമ്മത്തുൽ അർബഅ 4 ഇമാമിങ്ങളുടെ അഖീദകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ, ഒന്നിലേറെ ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ എഴുതപ്പെട്ടത് നമുക്കിന്ന് ലഭ്യമാണ്. അതേപോലെ ഇബ്നു തൈമിയയെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇതേപോലെ അഖീദ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കപ്പെടുന്ന വിമർശനങ്ങൾ, അതിൻ്റെ വസ്തുത എന്താണ്, ആ വിമർശനം ശരിയാണോ അത് ശരിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ തന്നെ ഈ വിമർശനത്തിനെതിരായി അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ച ഒരുപാട് സംഗതികൾ ഉണ്ടാവും. അതെടുത്തു ധരിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതിയ പണ്ഡിതന്മാർ ഉണ്ട്. അതുപോലെ ചില റിസാലകൾ, ചെറിയ വിഷയത്തിൽ മാത്രമുള്ള ചില റിസാലകൾ, ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ ചെറിയൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ മാത്രം കൊച്ചു കൃതികളായിക്കൊണ്ട് എഴുതിയ റിസാലകളും അക്കാലത്ത് എല്ലാ കാലത്തും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ, 100 കണക്കായ ഗ്രന്ഥങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ട്. ഈ കാലത്തിലേക്ക് വരുമ്പോൾ ആധുനികരായ പണ്ഡിതന്മാരും ഇതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഇന്ന് ഏറ്റവും ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഒന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ധാരാളം ഗ്രന്ഥങ്ങൾ. അഖീദയിൽ മാത്രം അദ്ദേഹം എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അൽ ഉസൂലു സലാസ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. 3 അടിസ്ഥാന തത്വങ്ങൾ, നിർബന്ധമായും ഒരാൾ അറിഞ്ഞിരിക്കേണ്ടുന്ന 3 അടിസ്ഥാന തത്വങ്ങൾ, അതാണ് ഉസൂലു സലാസ. അൽ ഖവാഇദുൽ അർബഅ 4 ഖാഇദകൾ, ഈമാനിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ 4 ഖാഇദകൾ അദ്ദേഹം പഠിപ്പിക്കുന്നതാണ് അൽ ഖവാഇദുൽ അർബഅ. അതേപോലെ കശ്ഫു ശുബ്ഹാത്ത്, ശിർക്ക് ന്യായീകരണമായി അന്നത്തെ പുരോഹിതന്മാർ പറഞ്ഞ ഓരോ ന്യായത്തിനുമുള്ള മറുപടികൾ ഇന്നും നമ്മൾ അതേപോലെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അന്ന് ശൈഖ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തൗഹീദിനെ ദഅവത്ത് നടത്തിയപ്പോൾ ശിർക്ക് സ്ഥാപിക്കാനായി അന്നത്തെ പണ്ഡിതന്മാർ കൊണ്ടുവന്ന ന്യായങ്ങൾ, ഞങ്ങളവരെ ആരാധിക്കുന്നില്ല, ഇലാഹാന്ന് വിശ്വസിക്കുന്നില്ല, സ്വയം കഴിവുകൊണ്ട് വിശ്വസിക്കുന്നില്ല, റബ്ബിലേക്ക് അടുപ്പിക്കാനാണ് തുടങ്ങി അവർ പറഞ്ഞ വ്യത്യസ്തമായ ന്യായങ്ങൾ, ആ ന്യായങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് കശ്ഫു ശുബ്ഹാത്ത്. ഇത്തരം ആശയക്കുഴപ്പങ്ങൾക്കുള്ള മറുപടി എന്നൊക്കെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ. അതേപോലെ അൽ മസാഇലുൽ ജാഹിലിയ്യ അല്ലത്തി ഖാലഫ ഫിഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ മുശ്രിക്കുകളുമായി എതിര് നിന്ന മസ്അലകൾ എന്തൊക്കെയാണ്. നബി ചിലത് നാട്ടിൽ ചിലത് നബി സ്വീകരിച്ചിട്ടുണ്ടാവും, എന്നാൽ ചിലത് നബി സ്വീകരിച്ചിട്ടില്ല. ഏതൊക്കെ വിഷയത്തിൽ നബി അവരുമായി എതിരുന്നത്,
എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അൽ മസാഇലുൽ ജാഹിലിയ്യ. ഷെയ്ഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുഖ്യമായ കിതാബാണ് കിതാബു തൗഹീദ്. കിതാബു അത്ത് തൗഹീദ്. അതിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭാഗം അതിൽ ഒന്നുമില്ല എന്നാണ്. ഹെഡിങ് കൊടുക്കും, നേരെ 2-3 ആയത്ത് കൊടുക്കും, 2-3 ഹദീസ് കൊടുക്കും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അടുത്ത ബാബിലേക്ക് പോകും. ആ ആയത്തിനും ഹദീസിനും മനസ്സിലാക്കാവുന്ന ചില ഹിൻസ് മാത്രം ശേഷം അദ്ദേഹം പറയും. ഈ ആയത്തിന് മനസ്സിലായ കാര്യങ്ങൾ, ഈ ഹദീസ് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫവായിദ് അതിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഒരു 5-8 പോയിന്റ് അദ്ദേഹം ഇങ്ങനെ ജസ്റ്റ് നമ്പറിട്ട് താഴെ കൊടുക്കും. ഇതാണ് കിതാബ് തൗഹീദിൻ്റെ പ്രത്യേകത. അതിൽ അഖീദയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടുന്ന ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും. അതിൽ അസ്മാഉ സിഫാത്ത് അധികം ചർച്ച ചെയ്തിട്ടില്ല. ഉലൂഹിയത്താണ് കൂടുതൽ ചർച്ച. തൗഹീദ് ഉലൂഹിയ, ഷിർക്ക് എന്താണ്, ഷിർക്കിൻ്റെ വകഭേദങ്ങൾ, ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, ഷിർക്കായി നാട്ടിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ വശങ്ങളും, സിഹറും അതേപോലെ കണ്ണേറും പിന്നെ ഈ നുജൂമുമായി ബന്ധപ്പെട്ട നക്ഷത്രഫലങ്ങൾ അടക്കമുള്ള എല്ലാ വശങ്ങളും അദ്ദേഹം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സത്യം ചെയ്യൽ, അതേപോലെ അറിവ് നടത്തൽ, ബലിയറുക്കൽ, ഇസ്തിഗാസ ചെയ്യൽ, ഖബറിനെ പോയി സുജൂദ് ചെയ്യൽ, ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളെയും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. 300-ലേറെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അതിന് എഴുതപ്പെട്ടിട്ടുണ്ട് അറബിയിൽ മാത്രം. കിതാബു തൗഹീദിന് അറബിയിൽ മാത്രം 300 ചില്ലാനം ഷറഹുകൾ വ്യത്യസ്തമായ പണ്ഡിതന്മാർ ഈ ഒരു 350 കൊല്ലം കൊണ്ട് അതിന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായ ഷറഹാണ് ഫത്ഹുൽ മജീദ്. ഷെയ്ഖിൻ്റെ പേരക്കുട്ടി എഴുതിയാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി തന്നെ എഴുതിയ ഫത്ഹുൽ മജീദ് ബിശറഹി കിതാബി തൗഹീദ് എന്ന കിതാബ് തൗഹീദിൻ്റെ വ്യാഖ്യാനം. അതിൽ ഷെയ്ഖ് ഏറ്റവും ആറ്റിക്കുറിക്ക് പറഞ്ഞു പോയതിന് ഒരു വിശദീകരണം കൂടി കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഫത്ഹുൽ മജീദ്. അതിനുശേഷം ഒരുപാട് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനങ്ങൾ എഴുതി. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി വ്യാഖ്യാനമുണ്ട്, ഷെയ്ഖ് സ്വാലിഹ് ഫൗസാനി വ്യാഖ്യാനമുണ്ട്. ഒക്കെ അൽഹംദുലില്ലാഹ് വ്യത്യസ്തമായ. ഷെയ്ഖ് ഫൗസാൻ്റെത് ക്ലാസ്സുകളാണ്. കിതാബ് തൗഹീദ് അദ്ദേഹം ക്ലാസ് എടുത്തു. ആ ക്ലാസ് റെക്കോർഡ് ചെയ്തു. അത് പിന്നെ ശിഷ്യന്മാർ ക്രോഡീകരിച്ചുകൊണ്ട് കിതാബാക്കി ഷെയ്ഖിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അദ്ദേഹം പരിശോധിച്ച് അദ്ദേഹം ചില മാറ്റങ്ങൾ പറഞ്ഞു. ആ മാറ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറക്കിയ കിതാബാണ് ഇആനത്തുൽ മുസ്തഫീദ് ബിശറഹി കിതാബി തൗഹീദ്. കിതാബ് തൗഹീദ് ഷറഹായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇആനത്തുൽ മുസ്തഫീദ് എന്ന പേരിൽ. ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും അതിന് ധാരാളം ഷറഹുകൾ എഴുതിയിട്ടുണ്ട്. ലോകത്തെ ഏതാണ്ട് ഒട്ടുമിക്ക ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ലോകത്തുള്ള ഒട്ടുമിക്ക ഭാഷയിലേക്കും കിതാബ് തൗഹീദ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. മലയാളത്തിലുണ്ടോ? മലയാളത്തിൽ 1-ലേറെ പരിഭാഷകൾ അതിലുണ്ട്. അപ്പം ഇത് ഒരു ലോകം മുഴുവനും അംഗീകരിച്ചു പോന്ന, ലോകത്തെ ഏത് രാജ്യങ്ങളിലും ഏത് ജാമ്യകളിലും ഇന്ന് ദീനു പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവലംബിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്. അക്കരെ പഠിപ്പിക്കാൻ ഏത് സാധാരണക്കാരും ഉപയോഗിക്കാൻ പറ്റിയ കിതാബാണ് കിതാബ് തൗഹീദ്. അല്ലെങ്കിൽ നമ്മുടെ ജാമ്യയിലേക്ക് ഏതാണ്ട് 100-ഓളം കുട്ടികൾ കിതാബ് തൗഹീദ് ഹിഫ്ളാക്കിയവരാണ്. ആ കിതാബ് കംപ്ലീറ്റ് കാണാപ്പാടം അവർക്ക്. അതിൽ എല്ലാ അധ്യായങ്ങളും കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ അവർ അത് ചൊല്ലിക്കൊടുക്കും. അങ്ങനെ പഠിച്ച കുട്ടികൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ജാമ്യം ഞങ്ങളാരും പഠിച്ചിട്ടില്ല, നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗ്രന്ഥമാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ. പിന്നെ കുറച്ചുകൂടെ ഇങ്ങോട്ട് പോന്നാൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടവരും ഇപ്പോൾ ജീവിച്ചിരുന്നതുമായ പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, ഈ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ്, ഇവരൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങളുമുണ്ട്, വ്യാഖ്യാനിച്ച ഗ്രന്ഥങ്ങളുമുണ്ട്. ഇപ്പം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കിതാബുകൾ പലതും ഇവരൊക്കെ ഷറഹ് ചെയ്തു. അതേപോലെ അവർ തന്നെ സ്വതന്ത്രമായ വിഷയത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹയുടെ സാധാരണക്കാർക്ക് വേണ്ടിയ ഗ്രന്ഥമുണ്ട്. ദുറൂസുൽ മുഹിമ്മ ഇആമത്തുൽ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ബാസിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. സാധാരണക്കാരന് വേണ്ടി പള്ളികളിലൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റാവുന്ന, ഏതൊരാളും പഠിപ്പിക്കാൻ പറ്റാവുന്ന, എല്ലാം ഉൾക്കൊള്ളുന്ന അഖീദയും ഫിഖ്ഹും എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ദുറൂസുൽ മുഹിമ്മ ഇആമത്തുൽ ഉമ്മ. ഉമ്മത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും അടിസ്ഥാന പാഠങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം. അത് ഏത് പള്ളിക്കിലും വായിക്കാൻ പറ്റും, ഏതൊരാളെയും പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരാൾക്ക് അയാൾ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സംഗതികളും അതിലുണ്ട്. ഒരു സാധാരണക്കാരൻ, ഒരു ദീന് പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ആര്യമൊന്നുമല്ലാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവനാവശ്യമായ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഉളൂ നമസ്കാരം മുതലുള്ള കാര്യങ്ങൾ, അതേപോലെ അടിസ്ഥാന ഇബാദത്തുകൾ, സ്വഭാവ സംസ്കാര കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതിയ അദ്ദുറൂസുൽ മുഹിമ്മ എന്ന ഗ്രന്ഥം. അതേപോലെ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും പ്രായം കൊണ്ടും എല്ലാ ഇൽമു കൊണ്ടൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആലിമാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്. ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഫൗസാൻ്റെ ശിഷ്യനാണ്. ആ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ 90 വയസ്സ് പിന്നിട്ട് അദ്ദേഹം ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഈ പിന്നെ ക്ലാസ്സുകളും പാഠങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോഴും രംഗത്തുണ്ട്. അദ്ദേഹം എഴുതിയ അൽ ഇർഷാദ് ഇദൽ ഇഅ്തിഖാദി സ്വഹീഹ്, അൽ ഇർഷാദ് ഇദൽ ഇഅ്തിഖാദി സ്വഹീഹ്, ശരിയായ അഖീദയെ
പഠിപ്പിക്കുവാനായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇർഷാദ്. നമ്മുടെ അഖീദ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ആ കിതാബിൽ നിന്ന് ആരംഭിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഇർഷാദ് ഇലൽ ഇഅ്തിഖാദി സ്വഹീഹ്, ശരിയായ ഇഅ്തിഖാദ്, ശരിയായ അഖീദക്കുള്ള മാർഗദർശനം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണത്. ഏകദേശം എല്ലാ അഖീദയുടെ എല്ലാ ഭാഗങ്ങളും അത് ചർച്ച ചെയ്യുന്നുണ്ട്. സിമ്പിളായ ശൈലിയാണ്. ആയത്തും ഹദീസുകളും ധാരാളമായി എടുത്തു കൊടുത്തുകൊണ്ട് അതേപോലെ മുൻഗാമികളുടെ അധ്യാപനങ്ങളും കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇർഷാദ്. അൽ ഇർഷാദ് പൊതുവെ അറിയപ്പെടുക ശരിയായ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഗ്രന്ഥമാണ്. PDF നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ അഖീദ ക്ലാസ്സിൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. കിതാബ് തൗഹീദ് ഇവിടെ പലരും മുമ്പ് പഠിച്ചവരാണ്. ഇരുമ്പുഴി വെച്ച നമ്മൾ പള്ളിയിൽ കിതാബ് തൗഹീദ് ഞാൻ തന്നെ ക്ലാസ് എടുത്തിരുന്നു. ഇതിൽ പല ആളുകളും അതിൽ പങ്കെടുത്തവരും ഒക്കെയാണ്. അതേപോലെ അതിൻ്റെ വ്യത്യസ്തമായ വീഡിയോസ് നമ്മളൊക്കെ എടുത്ത ക്ലാസ്സുകൾ തന്നെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത പലതുമുണ്ട്. തളിപ്പറമ്പിൽ വെച്ച് കിതാബ് തൗഹീദ് കംപ്ലീറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. മാസ്റ്റർ ക്ലാസ് എടുത്തുകൊണ്ട് 3 മണിക്കൂർ സമയമെടുത്ത് എല്ലാ മാസവും ഒരു ക്ലാസ്, ആ നിലക്ക് 3 മണിക്കൂർ അങ്ങനെ കിതാബ് തൗഹീദ് അവിടെ ഏതാണ്ട് അവിടെ ഫുള്ള് പഠിപ്പിച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൽ ലഭ്യമാണ്. അതുപോലെ നമ്മൾ അബൂബക്കർ സലഫിയുടെ ക്ലാസ്സുണ്ട്, ഹംസ മദീനിയുടെ ക്ലാസ്സുണ്ട്. ഇങ്ങനെ പലരും കിതാബ് തൗഹീദ് പല ഭാഗത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ലഭ്യമാണ്. നമുക്ക് നല്ല കിതാബ് തന്നെയാണ് കിതാബ് തൗഹീദ്. പിന്നെ പഠിച്ചതാണെങ്കിൽ വീണ്ടും പഠിക്കാൻ പറ്റിയതിനാണ്. എന്നാലും ആദ്യം ഈ ഇർഷാദ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നതിലേക്ക് മറ്റു കിതാബിലേക്ക് ഇൻഷാ അല്ലാഹ് പോകാം. ഉസൂൽ സലാസയോ അല്ലെങ്കിൽ പിന്നെ കിതാബ് തൗഹീദോ, ഞാൻ അതുമായി അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ ആഴത്തിൽ പോകണം തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. ഇപ്പോൾ അഖീദ വാസിത്തിയ്യ പിന്നെ ആദ്യം പഠിക്കേണ്ടതല്ല. അഖീദ വാസിത്തിയ്യ ഈ ബേസിക്കായ കിതാബൊക്കെ പഠിച്ചതിന് ശേഷമാണ് അഖീദ വാസിത്തിയ്യ പഠിക്കേണ്ടത്. വാസിത്തിയ്യയിൽ കുറച്ചുകൂടി അധികമായി ചർച്ച ചെയ്യുന്നത് അസ്മാഉ സിഫാത്താണ്. അപ്പോൾ ഇത്തരം ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് പലപ്പോഴും അഖീദ വാസിത്തിയിലേക്ക് പോകുക. അല്ലെങ്കിൽ അഖീദ ത്വഹാബിയെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും വാസിത്തിയിലേക്ക് പോകുക. അഖീദ ത്വഹാബിയാണ് ആദ്യകാലത്ത് എഴുതപ്പെട്ട ഈ ശൈലികളുടെ കിതാബ്. അബൂ ജഅഫർ ത്വഹാബി റഹിമഹുല്ലാഹ് 300-കളിൽ മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ അഖീദത്തു ത്വഹാബിയ്യ അതാണ് പൊതുവെ ലോകത്ത് മൊത്തം നൂറ്റാണ്ടുകളായി ഉപയോഗിക്കപ്പെട്ടു പോരുന്ന ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ ജാമ്യയിലൊക്കെ സിലബസിൻ്റെ ഭാഗമാണ് അഖീദ ത്വഹാബിയ്യ. അതിന് എഴുതപ്പെട്ട ഷറഹുകൾ ധാരാളമുണ്ട്. അതിൽ മുഖ്യമായ ഷറഹാണ് ഷറഹു അബുൽ ഇസ്സുൽ ഹനഫി, ഷറഹുൽ അഖീദത്തു ത്വഹാബിയ്യ എന്ന പേരിൽ അബുൽ ഇസ്സുൽ ഹനഫി റഹിമഹുല്ലാഹ് എഴുതിയ വ്യാഖ്യാനമുണ്ട്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം ഏറ്റവും മികച്ച വ്യാഖ്യാനമായി കരുതപ്പെട്ടു പോരുന്നത്. അപ്പോൾ അഖീദ ത്വഹാബിയ്യ ഹിജ്റ 300-കൾ ജീവിച്ച ഇമാം അബൂ ജഅഫർ ത്വഹാബി റഹിമഹുള്ളയുടെ ഗ്രന്ഥമാണ് അഖീദ ത്വഹാബിയ്യ. ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ആധുനിക പണ്ഡിതന്മാരൊക്കെ അത് ഷറഹ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. അതിൽ കുറച്ചുകൂടെ പഴക്കമുള്ളതും പൊതുവെ സ്വീകരിക്കപ്പെട്ടതുമായ ഒരു ഷറഹാണ് ഷറഹുൽ അഖീദ അത്വഹാബിയ്യ എന്ന പേരിൽ അബുൽ ഇസ്സുൽ ഹനഫി റഹിമഹുല്ലാഹ് 9-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഷറഹാണ്. അദ്ദേഹത്തിൻ്റെ ഷറഹാണ്. അതിൽ പൊതുവെ ലോകത്ത് മൊത്തം സ്വീകരിക്കപ്പെട്ട ഒരു ആദ്യകാല കുറച്ച് മുമ്പുള്ള ഷറഹ് നിലയ്ക്ക് ആധുനികരായ പണ്ഡിതന്മാരുടെ ഒരുപാട് ക്ലാസ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇവരൊക്കെ ഈ കിതാബ് വെച്ചുകൊണ്ട് ധാരാളം ദർസുകൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ വീഡിയോസ് അടക്കം നമുക്ക് യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ഏതാണെങ്കിലും നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ ഇർഷാദ് എന്ന ഗ്രന്ഥമാണ്. അതിന് മുഴുവൻ പേര് അൽ ഇർഷാദു ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദി വറദ്ദു അലാ ശിർക്കി വൽ ഇൽഹാദി എന്നാണ് ശരിയായ പേര്. അൽ ഇർഷാദു ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദി വറദ്ദു അലാ അഹ്ലി ശിർക്കി വൽ ഇൽഹാദ്. അഥവാ അൽ ഇർഷാദ് മാർഗദർശനം, ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് ശരിയായ വിശ്വാസത്തിലേക്കുള്ള മാർഗദർശനം, വറദ്ദു അലാ അഹ്ലി ശിർക്കി വൽ ഇൽഹാദ് ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ആളുകൾക്കുള്ള ഖണ്ഡനവും. ശിർക്ക് ന്യായീകരിക്കുന്ന ആളുകൾ, കുഫർ ന്യായീകരിക്കുന്ന ആളുകൾ, ആ രംഗത്ത് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ആളുകൾ, അതെല്ലാമുള്ള ഖണ്ഡനവും. അപ്പം ശരിയായ അഖീദ പഠിപ്പിക്കലുമുണ്ട്, ആ വിഷയത്തിൽ വരുന്ന തെറ്റായ അഖീദയെ ഖണ്ഡിക്കലുമുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇർഷാദു ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദി വറദ്ദു അലാ അഹ്ലി ശിർക്കി വൽ ഇൽഹാദ് എന്ന ഗ്രന്ഥം. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഒരു അവലംബമായി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അത് പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റു പല ഗ്രന്ഥങ്ങളിലേക്കും പോകാം എന്നാണ് പറയാനുള്ളത്. ഏതാണെങ്കിലും എല്ലാ വിജ്ഞാന ശാഖയുടെയും അതിന് അഖീദയാവട്ടെ ഫിഖ് ആവട്ടെ എല്ലാത്തിൻ്റെയും അവലംബം മർജിഇ എന്നുള്ളത് ഒന്നാമതായി ഖുർആനാണ്, രണ്ടാമത് ഹദീസാണ്. അതുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട് അഖീദ പഠിക്കാൻ ഏറ്റവും നല്ല കിതാബ് ഏതാണ്? അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ കിതാബ് പഠിച്ചോ. അള്ളാഹുവിൻ്റെ കിതാബാണ് ഏറ്റവും നല്ല, അതാണ് എല്ലാത്തിൻ്റെയും അവലംബം.
അത് കഴിഞ്ഞാൽ പിന്നെ സ്വഹീഹ് ബുഖാരി അദ്ദേഹം പറഞ്ഞു, സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം. കാരണം അതിനാണ് ബാക്കി അത് എടുക്കുന്നത്. ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അവലംബം ഏതാണ്? ഖുർആൻ ഹദീസാണ്. ഖുർആൻ ഹദീസും വരാത്തൊരു കാര്യം ഒരാൾ അഖീദയുടെ കിതാബ് എഴുതിച്ചാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നല്ലോ. ഇതിൽ ഇജ്തിഹാദില്ല. അതുകൊണ്ട് അഖീദയുടെ മാത്രമല്ല ഏതിൻ്റെയും ഫിഖ് ആവട്ടെ ഏതാവട്ടെ ഇതിനൊക്കെ അവസാനത്തെ മർജിഅ് എന്നുള്ളത് ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് അഖീദ പ്രത്യേകിച്ചും അതിന് ഏത് മസ്അല എടുക്കുമ്പോഴും അതിന് തെളിവ് വേണം. തെളിവില്ലാതെ അഖീദ ഒന്നും പറയാൻ പറ്റില്ല. ഏത് കാര്യം പറയാനും തെളിവ് വേണം. അള്ളാഹിൻ്റെ സിഫത്ത് സ്ഥാപിക്കാൻ തെളിവ് വേണം, അള്ളാഹിൻ്റെ സിഫത്ത് നിഷേധിക്കാൻ തെളിവ് വേണം. അള്ളാഹ്ക്ക് സിഫത്ത് ഇല്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. അള്ളാഹ്ക്ക് സിഫത്ത് ഉണ്ട് എന്ന് പറയാനോ അതിന് തെളിവ് വേണം. അതാണ് അഖീദയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ആ കാര്യം ഇല്ല എന്ന് പറയണമെങ്കിൽ ഇല്ല നമ്മൾ അറിയണം, അല്ലെങ്കിൽ ഇല്ല എന്നറിയാം. അള്ളാഹ്ക്ക് അങ്ങനെ സിഫത്ത് ഇല്ല നമുക്കറിയോ? അള്ളാഹ്ക്ക് അങ്ങനെ സിഫത്ത് ഉണ്ട് നമുക്കറിയോ? അപ്പോൾ ഉണ്ടെങ്കിലും അള്ളാഹ് അറിയിച്ചരണം, ഇല്ലെങ്കിലും അള്ളാഹു അറിയിച്ചു, ഇല്ലെങ്കിൽ അള്ളാഹു അറിയാം, എത്ര പറയാൻ പറ്റുള്ളൂ. ഇന്നെ സിഫത്തൊക്കെ ഹദീസ് കാണുന്നുണ്ട്, ഖുർആനിൽ വന്നിട്ടുണ്ട്, അത് പറയാം. മറ്റേ സിഫത്ത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് ആവശ്യമുണ്ട്. ഇതാണ്, അല്ലാതെ പറയാൻ പാടില്ല. അതാണ് അഖീദൻ്റെ പ്രത്യേകത. അപ്പോൾ ഏത് ഇൽമുകളും അടങ്ങുന്ന ഖുർആനിക സുന്നത്തിലേക്കുമാണ്. പ്രത്യേകിച്ചും അഖീദയുടെ മർജിഅ് ഖുർആനും സുന്നത്തുമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വഹയാണ്. ദീനിൻ്റെ മൊത്തം അസ്ല് വഹയാണ്. അപ്പോൾ വഹയിലൂടെ അല്ലാതെ ഇതൊന്നും കിട്ടൂല. അവിടെ എല്ലാ ഇൽമുകളും എല്ലാ വിജ്ഞാന ശാഖകളും അതെല്ലാം അടങ്ങുന്നത് വഹയിലേക്കാണ്. അഖീദ പ്രത്യേകിച്ചും അടങ്ങുന്നത് വഹയിലേക്കാണ്. മറ്റുള്ളതിൻ്റെ വിശദാംശങ്ങളെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടെത്തും. പക്ഷെ ആ ഗവേഷണത്തിൻ്റെയും ബേസ് വഹയാണ്, ഖുർആനും സുന്നത്തുമാണ്. ഇവിടെ ഗവേഷണമില്ല, നേരെ ഖുർആനും സുന്നത്തിലേക്കുമാണ് മടങ്ങുന്നത്. അതുകൊണ്ട് ഏതും ഒരു അഖീദ പോയിന്റ് പറയുമ്പോഴും അവിടെ കാണൽ ഖൗലിഹി തആല അല്ലാഹ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഹദീസ് സ്വഹീഹ് ഹദീസ് ആണ് തെളിവ്, ആ ഹദീസ് കൊടുക്കും, അല്ലെങ്കിൽ ആയത്ത് കൊടുക്കും. അതില്ലെങ്കിൽ ഇതിലൊന്നും പറയാൻ നമുക്ക് വകുപ്പില്ല. അപ്പം നമ്മൾ പഠിക്കാൻ ഈ പിന്നെ കിതാബ് ഇർഷാദിൻ്റെയും ശൈലി അതാണ്. സ്വന്തമായി ഒന്നുമില്ല, അദ്ദേഹം ഒരു എന്ത് വിഷയം പറഞ്ഞാലും ഉടനെ തെളിവായി ആയത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഹദീസ് കൊടുക്കും. ഇനി ഇതേ മാതൃകയിൽ പിന്നീട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇക്കാലത്തുള്ള പണ്ഡിതന്മാർക്ക് തസ്ഹീഹുൽ അഖീദ, നമ്മൾ കിരിമ്പുഴി പള്ളിയിൽ ക്ലാസ് തുടങ്ങിയിച്ചില്ല, പൂർത്തിയായില്ല. തസ്ഹീഹുൽ അഖീദ നമ്മളിപ്പോൾ ഫിഖ് എടുത്തല്ലോ, ഷെയ്ഖ് ജബരീൻ്റെ തസ്ഹീഹുൽ ഫിഖ്. അതേ ശൈലി അദ്ദേഹം എഴുതിയ കിതാബാണ് തസ്ഹീഹുൽ അഖീദ. ഏതാണ് 400 ചില്ലാനും ഹദീസുകൾ വെച്ചുകൊണ്ട് അഖീദ എല്ലാ വിഷയം പഠിപ്പിക്കുകയാണ്. അഖീദയിൽ വന്ന എല്ലാ വശങ്ങളും പഠിപ്പിക്കാൻ 400 ചില്ലാനും ഹദീസുകൾ. ആ ഹദീസ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ അഖീദ കംപ്ലീറ്റ് പഠിഞ്ഞു. അതാണ് ആ കിതാബിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നല്ലൊരു ഗ്രന്ഥമാണ്. ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാവുന്ന കിതാബാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതാണെങ്കിലും അറബിയിലാവട്ടെ മലയാളത്തിലാവട്ടെ ഇനി ക്ലാസ് കേട്ടുകൊണ്ടാവട്ടെ നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മുടെ അഖീദ ശരിയാക്കുക, അതാണ് പ്രധാനം. കിതാബ് വായിച്ച് നിൽക്കുക എന്നുള്ളതല്ല. കിതാബൊക്കെ പഠിച്ചു പോയിട്ട് നമ്മുടെ അഖീദയൊക്കെ മാറ്റുന്നില്ലെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. അപ്പോൾ കുറേ ക്ലാസ് എടുത്ത് പോകുന്നതിനേക്കാളേറെ നമ്മുടെ അസ്ല് നമ്മുടെ അഖീദയാണ്. ആ അഖീദ ശരിയായെങ്കിലേ സ്വർഗത്തിന് അവകാശമുള്ളൂ, നിർബന്ധമാണ്. ഒരു കിതാബ് പഠിച്ചില്ലെങ്കിലും ഒരു കിതാബ് വെച്ചുള്ള ക്ലാസ്സെങ്കിലും ആ വിഷയത്തിൽ ഒരു കംപ്ലീറ്റ് കിട്ടിയത് നല്ല ഒരു ക്ലാസ്സെങ്കിലും നമ്മൾ കേൾക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ വെറുതെ തർക്കിച്ചുകൊണ്ടും നമ്മളെ യുക്തി വെച്ചും നമ്മളങ്ങോട്ടും പറഞ്ഞും ബാധിച്ചും ജയിച്ചും അതുകൊണ്ട് മാത്രമേ അഖീദൻ്റെ എല്ലാ വർഷമൊന്നും കിട്ടൂല. ചിലത് കിട്ടും, ഈ പിന്നെ ഖണ്ഡനങ്ങളും മതപ്പിതൊക്കെ ഉണ്ടാകുമ്പോൾ ചില ഭാഗങ്ങൾ കിട്ടും. പക്ഷേ ശരിയായ അഖീദ പഠിക്കുക എന്ന നിലയ്ക്ക് അതൊന്നും ഒരു പക്ഷേ ഒരു അവലംബമാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഖണ്ഡനങ്ങളാകുമ്പോൾ സ്വാഭാവിക ശൈലികൾ മാറും. ഇതല്ല, ഇത് വളരെ സ്വസ്ഥമായിരുന്ന് നമ്മുടെ വിശ്വാസം ശരിയാണോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൊക്കെ. ആ നിലയ്ക്ക് ഏറ്റവും ഫർളായ കാര്യമാണ് അഖീദ പഠിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഈ കിതാബ് വെച്ചുകൊണ്ട് തന്നെ പഠിക്കാം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ അഖീദ പഠിക്കുക എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ നമുക്ക് ആവേശമുള്ള കാര്യമാണ്. ആ നിലയ്ക്ക് ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തുക. പരമാവധി മുടങ്ങാതിരിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കുക. മാക്സിമം ഇത് പഠിക്കുക. കേവലം ഒരു പഠനമല്ല, നമ്മുടെ പിന്നെ അടിസ്ഥാന പാഠമാണ്. നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആത്യന്തിക വിജയത്തിൻ്റെ ബേസ് അഖീദയാണ്. ആ നിലയ്ക്ക് നമ്മുടെ അഖീദ ശരിയാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ക്ലാസ് അഥവാ ഏതെങ്കിലും ദിവസം ഒരാൾ വരാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് ഉണ്ടാവും, ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യപ്പെടും. അത് പിന്നെ കേട്ടിട്ടെങ്കിലും അത് നഷ്ടപ്പെട്ടത് പുനഃെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പരമാവധി മുടങ്ങാതെ ക്ലാസ് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. അള്ളാഹുവിൻ്റെ ദീന് ശരിയാവണ്ണം പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ അമലാക്കി മാറ്റാനും എല്ലാം അപ്പോൾ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.